നമസ്കാരം, വെൽക്കം ടു അമൃത്. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അധികം ചേരുവകളൊന്നും ഇല്ലാണ്ടാണ് ഞാൻ ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതണു. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ ക്ലീൻ ചെയ്തിട്ടുള്ള ചെമ്മീൻ, പിന്നെ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ അതൊരു 10-15 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി നടുവിൽ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മസാലപ്പൊടികളാണ് വേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഉലുവപ്പൊടി വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെറിയുള്ളി ഉണ്ടെങ്കിൽ എന്തായാലും ഇതിൽ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഈ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ പകുതി വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ദാ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചക്കുത്തൊക്കെ മാറി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിൻ്റെയും മല്ലിപ്പൊടിൻ്റെയും ഒക്കെ പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അടുത്തായിട്ട് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഈ മുളക് പൊടിൻ്റെയും ഒക്കെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ സിമ്മിലാക്കിയിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അടുത്തായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഈ മസാലപ്പൊടീൻ്റെ ഒക്കെ പച്ചക്കുത്ത് മാറി കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ കറിയിൽ ആ ഒരു പച്ച ചൊവ ഉണ്ടാവും. അപ്പം എല്ലാം തന്നെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു അത്യാവശ്യം പുളിയുള്ള ഒരു വലിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പുളി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുടംപുളീൻ്റെ പീസും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് തക്കാളി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 കിലോ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാലയായിട്ട് ചെമ്മീൻ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വരുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പോരാ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ വേവിക്കാനായിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ചെമ്മീൻ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ ഒരു പകുതി വേവൊക്കെ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ചെമ്മീനിൽ നിന്ന് ഇതാ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ചാറ് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1-2 ചേരുവകളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ നമ്മുടെ ചെമ്മീൻ റോസ്റ്റിലേക്ക്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു രുചിയാണ് നമ്മുടെ ഈ ചെമ്മീൻ റോസ്റ്റിന് ഉണ്ടാവുക. അപ്പോൾ ഉലുവപ്പൊടി ചേർത്തതിന് നമുക്ക് ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി. അടുത്തായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നല്ലൊരു
രുചിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഒന്നുകൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കി പകുതിയും കൂടി ഒന്ന് വേവിച്ചെടുക്കണം ചെമ്മീൻ. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫുള്ളായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ലോണം വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു റോസ്റ്റ് പരുവം തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചെമ്മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ചേർത്താൽ മതി. നല്ലൊരു രുചിയാണ് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ചേർക്കുമ്പോഴേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.